ഹായ് ഹലോ നമസ്കാരം. സോൾ ഓഫ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സദ്യ സ്പെഷ്യൽ തൊടുകറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു തൊടുകറി ഉണ്ടാക്കാം. പോവാം വീഡിയോയിലേക്ക്. സദ്യ സ്പെഷ്യൽ നാരങ്ങ കറി നാരങ്ങയാണ് കേട്ടോ ഇതിനെടുത്തേക്കുന്നത്. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ചിരകിയ തേങ്ങ വേണം, പച്ചമുളക്, കാന്താരിമുളകാണ് കേട്ടോ, വെളുത്തുള്ളി, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില, കടുക്, കായം. നാരങ്ങ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കുക്കിംഗ് ഓയിൽ ഏതായാലും മതി, പക്ഷെ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. കൈകൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് 1 കപ്പ് നാളികേരപ്പാൽ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി സ്റ്റൗ കത്തിക്കാം. ഒരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഉലുവയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കളറൊന്നും മാറി വരണം കേട്ടോ. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് പച്ചമുളകായാലും നമുക്ക് ഉപയോഗിക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കല്ലുപ്പാണ് കേട്ടോ ഞങ്ങൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. നമുക്ക് പൊടിയുപ്പായാലും മതി. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നാരങ്ങ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ പരുവം ആവുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കായം ഇട്ട് കൊടുക്കാം. കായം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അതൊന്ന് അലിഞ്ഞ് ചേരുന്നവരെ ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൈ വിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. നാരങ്ങയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ പിരിഞ്ഞ് കിട്ടുന്ന പോലെ തോന്നും. നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ കട്ടയൊക്കെ പോയി നല്ല ഇതായിട്ടിരിക്കും കേട്ടോ. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവായിരുന്നു, ഞാനൊരു 1/2 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോൾ, വിഷു ഓണമൊക്കെ വരുമ്പോഴാട്ടോ അമ്മ ഇങ്ങനെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഇറക്കുക. നന്നായിട്ട് തിളച്ച് വന്നു. നമ്മുടെ കറി റെഡി ആയിട്ടോ. വളരെ ടേസ്റ്റാണ്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് നാളെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഈ കറി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. വളരെ എളുപ്പത്തിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു തൊടുകറി തയ്യാറാക്കാം. ശരിക്കും പറയാൻ വെച്ചാൽ ചോറിന് തൊടുകറി എന്നല്ല, ഇതൊരൊറ്റ കറി മതി കഴിക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.